ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ കുറച്ച് പോർഷൻസ് നോക്കാം. എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്, ലാറ്റർ, ലാസ്റ്റ് ഇവയുടെ പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് വരണതെന്ന് നോക്കാം. അതായത് കുറച്ച് ടിപ്സ്. ആദ്യം എൽഡർ, എൽഡസ്റ്റ്. എൽഡർ, എൽഡസ്റ്റ് എന്ന പദം നമ്മൾ വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എൽഡർ, എൽഡസ്റ്റ് എന്നിവ വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കൂ. ഒരു കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എൽഡറിന് ശേഷം നമ്മൾ എപ്പോഴും ടു ഉപയോഗിക്കും. എൽഡറിന് ശേഷം ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടു ആയിരിക്കും. ഇനി ഈ എൽഡർ എന്ന് എഴുതുന്നതിന് മുമ്പ് ദ എൽഡർ എന്നാണ് വരുന്നത് എങ്കിൽ അതിന് ശേഷമാണ് ഡാഷ് എങ്കിൽ അവിടെ നമ്മൾ ഓഫ് ഉപയോഗിക്കും. വെറും എൽഡർ കഴിഞ്ഞിട്ടാണ് ഡാഷ് എങ്കിൽ ടു ഉപയോഗിക്കും. ദ എൽഡർ എന്നുള്ള വേർഡ് കഴിഞ്ഞിട്ടാണ് ഡാഷ് വരണമെങ്കിൽ അവിടെ നമ്മൾ ഓഫ് ടുവിന് പകരം ഓഫ് ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ദ എൽഡസ്റ്റ് ഓഫ് 3 ചിൽഡ്രൻ. ദ എൽഡസ്റ്റ്, അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് എപ്പോഴും ദ വരും. ദ എൽഡസ്റ്റ് ഓഫ് 3 ചിൽഡ്രൻ. ദ എൽഡസ്റ്റ് സൺ. ദ എൽഡസ്റ്റ് ഓഫ് 4 സിബ്ലിങ്സ്. അടുത്തൊരു സെൻറ്റൻസ് നോക്കിയേ. മൈ ബ്രദർ ഈസ് എൽഡർ ടു മീ. ദ എൽഡർ ഓഫ്, ദ വന്നപ്പോൾ അവിടെ ദ എൽഡർ ഓഫ് ദ 2 ഡോട്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഓൾഡർ, ഓൾഡസ്റ്റ്. ഇവ വ്യക്തികളോടൊപ്പവും ജീവികളോടൊപ്പവും വസ്തുക്കളോടൊപ്പം ഉപയോഗിക്കും. ഓൾഡർ, ഓൾഡസ്റ്റ് എന്നുള്ളത് വ്യക്തികളോടൊപ്പം ജീവികളോടൊപ്പം വസ്തുക്കളോടൊപ്പം ഒക്കെ ഉപയോഗിക്കും. ഓൾഡർ എന്ന പദത്തിന് ശേഷം ഡാഷ് വന്നാൽ നമ്മളെപ്പോഴും ദാനാണ് ഉപയോഗിക്കുക. ഓൾഡറിന് ശേഷം ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാനാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ജൂലി ഈസ് 5 years ഓൾഡർ ദാൻ മീ. അപ്പോൾ ഓൾഡർ കഴിഞ്ഞിട്ട് എപ്പോഴും ഡാഷ് വരികയാണെങ്കിൽ ദാൻ ഉപയോഗിക്കുള്ളൂ. മൈ ഗ്രാൻഡ് മദർ ഈസ് ദ ഓൾഡസ്റ്റ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ദ ചേർക്കും. ദിസ് ഈസ് ദ ഓൾഡർ ഓഫ് 2 ബിൽഡിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ലേറ്റർ, ലേറ്റസ്റ്റ്. ലേറ്റർ, ലേറ്റസ്റ്റ് എന്നിവ സമയത്തെ സൂചിപ്പിക്കുന്നു. ലാറ്റർ, ലാസ്റ്റ് അത് പൊസിഷനെ സൂചിപ്പിക്കുന്നു. ലേറ്റർ പൊസിഷൻ, അതായത് ആദ്യത്തേത്, ലാസ്റ്റ് അവസാനത്തേത്, അങ്ങനെ പൊസിഷനെ സൂചിപ്പിക്കുന്നതാണ് ലേറ്ററും ലാസ്റ്റും. മറ്റേത് ലേറ്ററും ലേറ്റസ്റ്റും. അവ സമയത്തെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ. ഐ വിൽ ബി ബാക്ക് ലേറ്റർ. പിന്നെ വരാം. വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. പുതിയത് ന്യൂസ് എന്താണെന്ന്. ഐ പ്രിഫർ ദ ലേറ്റർ ഓഫർ. നേരത്തെ ആദ്യത്തെ ഓഫറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ടു ദ ഫോർമർ വൺ, ഇപ്പോഴത്തേക്കാളും. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. ഇത് അവസാനത്തെ ചാൻസാണ്. അപ്പോൾ രണ്ടെണ്ണം പൊസിഷനെ സൂചിപ്പിക്കുന്നു, മറ്റേ രണ്ടും ടൈമിനെ സൂചിപ്പിക്കുന്നു. ഫ്യൂ, ലിറ്റിൽ, എ ഫ്യൂ, എ ലിറ്റിൽ, ദ ഫ്യൂ, ദ ലിറ്റിൽ ഇവ എങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നു നോക്കാം ഇനി. ഫ്യൂ, ലിറ്റിൽ ഇവ നെഗറ്റീവ് മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എ ഫ്യൂ, എ ലിറ്റിൽ, ദ ഫ്യൂ, ദ ലിറ്റിൽ ഇത് വന്നാൽ അത് പോസിറ്റീവ് മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, അതായത് ഫ്യൂവിൻ്റെ വേർഷൻസ് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഇവ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെ. ദെൻ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിലിൻ്റെ ഈ 3 ഫോംസ് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഇവ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ മിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അൺകൗണ്ടബിൾ നൗണാണ്. അങ്ങനെ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ എന്തിൻ്റെ കൂടെയായിരിക്കും? കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഇവയുടെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ എന്നിവയുടെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ലിറ്റിലിൻ്റെ വേർഷൻസിൻ്റെ കൂടെ സിംഗുലർ വെർബും ഫ്യൂവിൻ്റെ കൂടെ പ്ലൂറൽ വെർബുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് റിട്ടൺ ഫ്യൂ എക്സാംസ് ലാസ്റ്റ് ഇയർ. ഐ ഹാവ് റിട്ടൺ ഫ്യൂ എക്സാംസ് ലാസ്റ്റ് ഇയർ. എക്സാം കൗണ്ടബിൾ ആണ്. അപ്പോൾ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് എന്തുപയോഗിക്കുന്നത്? ഫ്യൂ ഉപയോഗിക്കുന്നത്. ദർ വാസ് ലിറ്റിൽ മിൽക്ക് ഇൻ ദ ബോട്ടിൽ. ദർ വാസ് ലിറ്റിൽ മിൽക്ക് ഇൻ ദ ബോട്ടിൽ. മിൽക്ക് അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ എന്താണ്? ലിറ്റിൽ അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പമാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് റിട്ടൺ എ ഫ്യൂ എക്സാംസ് ലാസ്റ്റ് ഇയർ. കുറച്ച് പരീക്ഷകൾ എഴുതിയിരുന്നു. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ മീനിങ് പരീക്ഷകൾ എഴുതിയിട്ടില്ല. കാരണം ഫ്യൂ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്.
ദർ വാസ് ലിറ്റിൽ മിൽക്ക്, അതിൻ്റെ അർത്ഥം അവിടെ പാലുണ്ടായിരുന്നില്ല. നെഗറ്റീവ് സെൻറ്റൻസ് ആണത്. ദർ വാസ് എ ലിറ്റിൽ മിൽക്ക് ഇൻ ദ ബോട്ടിൽ, കുറച്ച് മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത്.